തിരുവനന്തപുരം വിളപ്പിൽശാലയിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ച സംഭവം ബിസ്മിറിന്റെ കുടുംബം ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടപടിയില്ലാത്തതിനെ തുടർന്നാണ് ഗവർണർക്ക് പരാതി നൽകിയത്. കുടുംബം ഇന്നലെ മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു. വിവരങ്ങളുമായി അർജുൻ ചേരുകയാണ്. അർജുൻ, വളരെ ഗുരുതരമായൊരു സാഹചര്യം, ദൗർഭാഗ്യകരമായൊരു സാഹചര്യമാണ് സംസ്ഥാനത്ത് നടന്നത്. നമ്മുടെ എൻറ്റയർ സിസ്റ്റം പരാജയപ്പെടുന്ന ഒരു സാഹചര്യം, അതിനെ ഒരു ജീവൻ ബലി കൊടുക്കേണ്ട ഒരു വല്ലാത്തൊരു അവസ്ഥ കൂടി ഉണ്ടായിരിക്കുകയാണ്. ഇത് നീതി തേടി ബഹുമാനപ്പെട്ട ഗവർണറുടെ അടുത്തേക്കാണ് ഇപ്പോൾ കുടുംബം എത്തിയിരിക്കുന്നത്. എത്രത്തോളം നിർണായകമാണിപ്പോൾ? തീർച്ചയായും ശ്യാമ, അത്തരത്തിൽ തന്നെയാണ്. വലിയ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ചെന്നപ്പോൾ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നിരുന്നു. അതായത് ബിസ്മിർ മരണപ്പെട്ടിട്ട് ഇത്ര ദിവസമായി യാതൊരു വിധത്തിലുള്ള നടപടിയും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെ പോലീസിന് കൈമാറിയിട്ടില്ല എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഗുരുതരമായ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, FIR, അതായത് കൃത്യമായിട്ടുള്ള ഒരു FIR പോലും ഈ ഒരു കേസിൽ ഇട്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതായത് അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് കേസ് എടുത്തിട്ടുള്ളത്. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിയാണ്. അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുക എന്നുള്ളത് അത്തരത്തിൽ മാത്രമാണ് കേസെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകിയിരുന്നു, SP അടക്കം പരാതി നൽകിയിരുന്നു. ഇത്തരത്തിൽ നിരവധി പേർക്ക് പരാതി നൽകിയിട്ടും യാതൊരു വിധത്തിലുള്ള ഒരു നടപടിയും ഇല്ലാത്തതിനെ തുടർന്നാണ് ഇന്ന് ഗവർണർക്ക് ഈ കുടുംബം പരാതി നൽകിയത്. ഭാര്യയുടെ പേരിലാണ് ഇത്തരത്തിൽ പരാതി നൽകിയിട്ടുള്ളത്. കൃത്യമായി അതിൽ പറയുന്നുണ്ട്, തങ്ങൾക്ക് ഉറപ്പുണ്ട് ഇത് കൃത്യമായി തന്നെ ഈ ആശുപത്രി അധികൃതരുടെ കൃത്യവിലോപമാണ്. ഗേറ്റ് അടച്ചിട്ടിരുന്നു. എന്തിനാണ് ഒരു ആശുപത്രിയുടെ ഗേറ്റ് അടച്ചിടുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. 24 മണിക്കൂറും പ്രവർത്തിക്കേണ്ട CHC ആണ്. ആ CHC ആണ് ഇപ്പോൾ പ്രവർത്തിക്കാതെ ആ ഒരു സമയത്ത് ഗേറ്റ് അടച്ചിട്ട നിലയിൽ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് വിശദീകരണം നൽകിയത് ഈ നായയോ പട്ടിയോ ഒക്കെ കയറുന്നത് കൊണ്ടാണ് ആ ഗേറ്റ് അടച്ചിട്ടതെന്നും അതുമാത്രമല്ല സുരക്ഷയെ മുൻനിർത്തിയാണ് ഗേറ്റ് അടച്ചിട്ടതെന്നുമുള്ള ഒരു മുടന്തൻ ന്യായമൊക്കെയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം ഉയർന്നു വന്നത്. BJPയുടെയും യുവമോർച്ചയുടെയും ഭാഗത്തു നിന്നൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. പക്ഷേ ഈ പ്രതിഷേധത്തെ അടിച്ചമർത്താനുള്ള ഒരു ശ്രമമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഇന്നലെ ഈ പ്രവർത്തകരെയൊക്കെ തല്ലിച്ചതയ്ക്കുന്ന ഒരു സാഹചര്യങ്ങൾ നമ്മൾ കണ്ടു. അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ യാതൊരു വിധത്തിലുള്ള നടപടിയും ഇതേ തുടർന്ന് എടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത്. പ്രധാനമായും ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും ഇതുവരെയും പോലീസിന് കൈമാറാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പോലീസിനെ നമ്മൾ ഇന്ന് രാവിലെ പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു. അവർ പറയുന്നത് തങ്ങൾക്ക് ഇതുവരെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ കുടുംബം പറയുന്ന മറ്റൊരു കാര്യമാണ്, പോലീസിനോട് കൃത്യമായി തന്നെ ഈ ഒരു പരാതി നൽകിയിരുന്നു. ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് തങ്ങൾ പരാതി നൽകിയിരുന്നു. അതുപ്രകാരം പോലീസിന് വേണമെങ്കിൽ കേസെടുക്കാം. എന്നിട്ടും പോലീസ് അസ്വാഭാവിക മരണത്തിന് മാത്രം കേസെടുത്തത് എന്തെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങിയാണോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. എന്തിനാൽ തന്നെയും കുടുംബം ഇപ്പോൾ ഗവർണർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. എന്തിനാൽ തന്നെയും ഗവർണറുടെ ഭാഗത്തു നിന്നും കൃത്യമായ മറുപടി ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് കുടുംബത്തിനുള്ളത്. ശ്യാമ.